കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ CT അലി ചുമതലയേറ്റു. UDF ധാരണപ്രകാരം പ്രസിഡന്റിന്റെ ചുമതലയിലുണ്ടായിരുന്ന കോൺഗ്രസിലെ മുഹമ്മദ് റഫീഖ് തൊട്ടിക്കുളയൻ മാറിയ ഒഴിവിലേക്കാണ് അലിയെ തിരഞ്ഞെടുത്തത്. ബാങ്ക് പ്രസിഡന്റ് പദവിയെ ചൊല്ലി കാഞ്ഞിരപ്പുഴയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പടലപ്പിണക്കമുണ്ടായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ മണ്ഡലം ജില്ലാ നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം രമ്യതയിൽ തീർത്തത്. 6 മാസത്തേക്കാണ് ലീഗിന് പ്രസിഡന്റ് പദവി. മുന്നണിയിലെ ഇരു പാർട്ടികൾ എന്ന നിലയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം പരിഹരിച്ചെന്നും പ്രസിഡന്റായി ചുമതലയേറ്റ CT അലി പറഞ്ഞു. പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് UDFൻ്റെ തീരുമാനപ്രകാരം ഞാൻ ചുമതലയേറ്റിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കൂടിയാലോചനയുടെയും ചർച്ചകളുടെയും ഭാഗമായിട്ടുള്ളൊരു സ്ഥാനേറ്റെടുക്കലാണിത്. ബാക്കി ബാങ്കിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലുണ്ടായ നമ്മുടെ ആരോഗ്യപരമായ ചർച്ചകളുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മുന്നണിയിൽ നമ്മൾ പല ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പഞ്ചായത്തിലെ നേതാക്കളും ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒക്കെ ഇടപെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. അത് സ്വാരസ്യങ്ങളൊന്നുമല്ല, അത് പല അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് കൂടിയാലോചനയിലൂടെ പരിഹരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞ് സംസാരിച്ച് ഒരുമിച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ 10 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുൻ പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും നിന്നതിൻ്റെ ഫലമായിട്ടാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് നിലവിൽ എങ്ങനെ നോക്കിയാലും UDFന് മുൻതൂക്കമില്ലാത്ത പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തത്. അതിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു അനൈക്യമൊന്നും ഇല്ല. ചെറിയ ചെറിയ പടലപ്പണങ്ങൾ ഒരു കുടുംബത്തിലാണെങ്കിൽ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ഇലക്ഷൻ നോക്കിയാൽ അറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടൊന്നുമല്ല ഇത് UDFൻ്റെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക എന്നാണ് ഞങ്ങളുടെ രണ്ടാളും ജോലി. അതിൽ ഞങ്ങൾ മികച്ച വിജയം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ചേർന്ന ബോർഡ് യോഗത്തിൽ പ്രസിഡന്റിന്റെ ചുമതലയുള്ള അബ്ദുൾ റഫീഖ് തൊട്ടിക്കുളയൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് ജൂനിയർ ഇൻസ്പെക്ടർ PR രദീന വരണാധികാരിയായി. സെക്രട്ടറി ശോഭ അലക്സാണ്ടർ, ഘടകകക്ഷി നേതാക്കൾ, ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പ്രസിഡന്റിനെ ഷാൾ അണിയിച്ചു. Yes. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.